അയൺ ബോക്സിന് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടോ? ചിലർ പറയും ഉണ്ടെന്ന് പറയും, ചിലർ പറയും ഇല്ലെന്ന് പറയും. കാരണം മറ്റൊന്നുമല്ല, ചില അയൺ ബോക്സുകൾ, ചില പ്രോഡക്ട്സുകളൊക്കെ സ്റ്റാർ ഇടാറുണ്ട്. എന്ത് വേണ്ടിയിട്ടാണ്? സെയിലിന് വേണ്ടിയിട്ടാണ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, പരസ്യമാണ്. പക്ഷെ ആക്ച്വലി ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിക്കാര് അത് കൊടുക്കുന്നില്ല, ബിസ് അത് കൊടുക്കുന്നില്ല. അയൺ ബോക്സിന് സ്റ്റാർ എങ്ങനെ വരും? സ്റ്റാർ വരേണ്ട ആവശ്യമുണ്ടോ? ഇതെങ്ങനെയാണ് പവർ കൺസംഷൻ ചെയ്യാൻ പറ്റുക? പറ്റില്ല. അപ്പൊ ഇന്ന് അയൺ ബോക്സിലേക്കാണ് നാം വരുന്നത്. അയൺ ബോക്സിന്റെ പല തരങ്ങളെ പറ്റിയും പല തലങ്ങളെ പറ്റിയാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. അയൺ ബോക്സ് നമ്മൾ പേപ്പർ പെട്ടിക്ക് സാധാരണ പറയുന്നതാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് അയൺ ബോക്സിന്റെ പേര് വന്നത്? ഇരുമ്പ് പെട്ടി എന്നല്ലേ? ആദ്യ കാലങ്ങളിൽ അതൊരു ബോക്സ് ആയിരുന്നു, ഇരുമ്പിന്റെ ബോക്സ് ആയിരുന്നു. അതിൽ കോൾ നിറച്ചുകൊണ്ട്, അത് കൽക്കരി നിറച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് അയൺ ബോക്സ് എന്ന് പറയുക. അതായത് കൽക്കരിയുടെ ഇരുമ്പ് തകര പെട്ടിയെയാണ് അയൺ ബോക്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പിൽക്കാലങ്ങളിൽ അയൺ ബോക്സ് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആരാണ് അയൺ ബോക്സ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം നൽകാനാവില്ല. കാരണം പല പല ഘട്ടങ്ങളിലായിട്ടാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. പുരാതന ചൈനയിൽ അയൺ ബോക്സ് ഉണ്ടായിരിക്കുന്നു. കാരണം എങ്ങനെയാണ്? ചൂടാക്കിയ ലോഹപാത്രത്തിലാണ് അവർ കൽക്കരി വെച്ച് പ്രസ് ചെയ്താണ് അത് തേച്ചിരുന്നത്. യൂറോപ്പിലാണെങ്കിൽ 17, 18 നൂറ്റാണ്ടുകളിലാണ് അത് ചെയ്തിരുന്നത്. അത് ഹെവി സോളിഡ് അയൺ ബ്ലോക്സ് സ്റ്റൗവിൽ വെച്ചുകൊണ്ടാണ് ആ ചൂടാക്കി വസ്ത്രം പ്രസ് ചെയ്തത്. ആധുനിക അയൺ ബോക്സ് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹെൻറി ഡബ്ല്യു സീലി എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഹെൻറി ഡബ്ല്യു സീലി 1882 ഇലക്ട്രിക് അയൺ കണ്ടുപിടിച്ചത്. അപ്പം മനസ്സിലാക്കാവുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുള്ള അയൺ ബോക്സ് വന്നതെന്ന് നമുക്ക് ഊഹിക്കാനാവും. മൈക്കൽ ഫാരഡേയിലൂടെയാണ് കറണ്ട് വന്നത്. മൈക്കൽ ഫാരഡേ മാത്രമല്ല, അതിനു മുമ്പും അതുപോലെ തന്നെയാണ്. ഇലക്ട്രിസിറ്റി എന്ന പേര് വന്നത് വില്യം ഗിൽബർട്ടിൽ നിന്നാണ്. അത് 1600 ഇലക്ട്രിക്കസ് എന്ന പേരിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി എന്നുള്ള പേര് വന്നത്. ഇത് പണ്ട് മുതൽ ഉണ്ട്. ക്രിസ്തുവിന് മുമ്പ് 600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടെന്ന് പറയാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. അതറിയാലോ, അത് ചരിത്രങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാലും അറിയാൻ പറ്റും. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ലൈറ്റ്നിങ് ഇലക്ട്രിസിറ്റി ആണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1752 പറഞ്ഞു. 1800 ആദ്യത്തെ ബാറ്ററി വോൾട്ടേജ് പൈൽ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് കണ്ടിന്യൂസ് കറണ്ട് ലഭിച്ചു. 1831 മൈക്കൽ ഫാരഡേ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കുകയും അതിലൂടെയാണ് ജനറേറ്ററിലൂടെ നമുക്ക് കറണ്ട് വരികയും ചെയ്യുന്നത്. 1800 എക്സ്പെരിമെന്റ്സ് ഒക്കെ തുടങ്ങി. എക്സ്പെരിമെന്റ്സ് നടന്നു. 1870, 1900 കാലഘട്ടങ്ങളിൽ വീടുകളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തി തുടങ്ങി. തോമസ് എഡിസണിലൂടെ പ്രാക്ടിക്കൽ ലൈറ്റ്നിങ് സിസ്റ്റം നമ്മൾക്ക് കൊണ്ടുവന്നു. ബോക്സ് 3 തരമാണ്. ഒന്ന് ഡ്രൈ അയൺ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, ഇത്തിരി കൂടിയവർ ഉപയോഗിക്കുന്നത് സ്റ്റീം അയൺ. അടുത്തത് ഗാർമെന്റ് സ്റ്റീമർ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റീമർ എന്നാണ് പറയുന്നത്. എന്താണ് ഡ്രൈ അയൺ എന്നുള്ളത്? അതിന് വെള്ളം വേണ്ട, ഹീറ്റിംഗ് പ്ലേറ്റ് മാത്രമാണ്. അതിന് പവർ 750 മുതൽ 1000 വാട്ട്സ് വരെയാണ്. ചെലവ് കുറവാണ്, കറണ്ട് കൺസംഷൻ കുറവാണ്, സ്റ്റീം ഇല്ല. ചില വസ്ത്രങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള, പക്ഷെ വെയിറ്റ് ഉള്ളതാണെങ്കിൽ അത് പ്രസ് ചെയ്യാൻ പറ്റും. സ്റ്റീം അയൺ ആണെങ്കിൽ വെള്ളമുണ്ട്, അതുപോലെ തന്നെ സ്റ്റീം ഉപയോഗിച്ച് അയണിങ് ചെയ്യാം. പക്ഷെ അതിന്റെ പവർ ആണെങ്കിലോ 1200 മുതൽ 2000 വാട്ട്സ് വരെയാണ്. അതിന് ഒരു പ്രൊഫഷണൽ ഫിനിഷ് കിട്ടും നമ്മൾ തേക്കുമ്പോൾ. അതുപോലെ തന്നെ കറന്റ് കൂടുതലാകും എന്നതാണ്. അതുപോലെ ചുളുക്കുകയും മറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റാനാവും. എന്നാൽ ഗാർമെന്റ് സ്റ്റീമർ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റീമർ ആണെങ്കിൽ വസ്ത്രം തൂക്കി സ്റ്റീം ചെയ്യാം. അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ, പരസ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയായിരിക്കും ഡ്രസ് ഇടുക. അതിലിങ്ങനെ തൂക്കി തന്നെ നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും. അതാണ് ഗാർമെന്റ് സ്റ്റീമർ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്റ്റീമർ. അതിന് പവർ എത്രയാണെന്നറിയോ? 1500 മുതൽ 2500 വാട്ട്സ്. അതായത്
1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 2.5 യൂണിറ്റ് ഒക്കെ കറണ്ട് വരും. ഉപയോഗിക്കാൻ ഈസിയാണ്, കറണ്ട് കൂടുതലാണെന്ന് മാത്രം, ഫുൾ പ്രസ് ഫിനിഷ് കിട്ടില്ല എന്ന് മാത്രം. നമ്മൾ ഇക്കണോമിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രൈ അയൺ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം എക്കണോമിക്ക്. പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ള അയൺ ബോക്സ് ആയിരുന്നു. അതുപോലെ തേച്ച് കൊടുക്കുന്നവർക്കാണെങ്കിൽ അത് തേച്ച് കൊടുക്കുന്ന ഒരു ജോലിയായിട്ട് എടുക്കുന്നവർക്ക് കനം കൂടിയതാണ് അവര് യൂസ് ചെയ്യുന്നത്. പിന്നെ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ കറണ്ട് ചാർജ് കുറയ്ക്കാനുള്ള ടിപ്സ് പറഞ്ഞാണ്. ഒരു അയൺ ബോക്സിലെ തെർമോസ്റ്റാറ്റ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് നാം അറിയണം. അതായത് നമ്മളിങ്ങനെ റെഗുലേറ്റിംഗ് ഉണ്ട്. ഓരോ ഡ്രസ്സിനും, കോട്ടന്, സിൽക്കിന്, പോളിസ്റ്ററിന് എല്ലാത്തിനും പ്രത്യേകം മാർക്ക് ചെയ്യുന്നുണ്ട്. സെലക്റ്റീവ് ബട്ടൺ ഉണ്ട്. അപ്പൊ അതിന് സെലക്ട് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കോട്ടന് ഒരിക്കലും സിൽക്കിന്റെ സെലക്റ്റിലിട്ട് ചെയ്യരുത്, ഉരുകിപ്പോകും. അപ്പൊ അതുകൊണ്ട് അത് കുറക്കുമ്പോൾ നമുക്ക് കറണ്ട് ലാഭിക്കാൻ അപ്പൊ കുറച്ച് യൂണിറ്റ്സ് ആയിരിക്കും ഉപയോഗമായിരിക്കും അതിലൂടെ വരുന്നത്. പിന്നെ ബൾക്ക് അയണിങ്. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് അയൺ ചെയ്യാൻ ഒരു ഷർട്ടിന് വേണ്ടി നമ്മൾ അയൺ ബോക്സ് എടുക്കുമ്പോൾ ചിന്തിക്കുക കൂടുതൽ കറണ്ട് വരുന്നത് ചിന്തിക്കുക. ഒരു 10 ഷർട്ട് ഒരു ഒപ്പമാണെങ്കിൽ 10 ഡ്രസ്സുകളാണ് അല്ലെങ്കിൽ 10 ബ്ലൗസസ് ആണ് 10 സാരീസ് ആണ് നമ്മൾ തേക്കുന്നതെങ്കിൽ, അല്ല ബൾക്കായിട്ടുള്ള എല്ലാവർക്കും കൂടിയുള്ള തേക്കലാണെങ്കിൽ നമുക്കത് ലാഭമാകും. ആ ചൂട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓൺ ഓഫ് എന്ന രീതി ചെയ്യരുത്. അത് ഓൺ ആയിട്ട് തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ എന്ത് ഗുണമാണ്? ആ ഹീറ്റ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ തെർമോസ്റ്റാറ്റ് ഉണ്ട്. ആ തെർമോസ്റ്റാറ്റ് ആണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഹീറ്റും ഇല്ലായ്മയും ഉള്ളായ്മയും നമ്മുടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തുന്നത്. ഒരു ഡ്രൈ അയണിന്റെ വില നോക്കുകയാണെങ്കിൽ 700-നും 1500-നും ഇടയ്ക്ക് വരുള്ളൂ, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആണെങ്കിൽ പോലും. എന്നാൽ സ്റ്റീം അയൺ ആണെങ്കിൽ 1500 മുതൽ 4000 വരെയാകാം. എന്നാൽ ഗാർമെന്റ് സ്റ്റീമറിനാണെങ്കിലോ 2500 മുതൽ 8000 വരെ അതിന് തുക വരും എന്ന് നമ്മൾ ചിന്തിക്കുക. വീടിന് ഏറ്റവും നല്ലത് ഡ്രൈ അയണാണ്, കാശുള്ളവർക്ക് സ്റ്റീം അയണാണ്. കനമുള്ള അയൺ ബോക്സ് ആണോ അല്ലെങ്കിൽ കനമില്ലാത്തതാണോ നല്ലത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും കനമുള്ളതാണ് നല്ലതെന്ന്. കാരണം അത് ആ വസ്ത്രത്തിന് ശരിയായ രീതിയിൽ അയൺ ചെയ്യാൻ പറ്റും, അത് ചുളിവുകൾ മാറ്റിക്കിട്ടും. ഈ ലോ വെയിറ്റ് ആണെങ്കിൽ കുഴപ്പം എന്താണ്, നമ്മൾ ശരിക്കും പ്രസ് ചെയ്യും, ചിലപ്പോൾ ഷോൾഡർ പെയിൻ എടുക്കും, കൈവേദന എടുക്കും. നമ്മൾ അത്രയധികം പ്രസ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എനർജി അവിടെ വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹെവി അയൺ ബോക്സും ലൈറ്റ് വെയിറ്റ് അയൺ ബോക്സും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിറ്റിനെ സംബന്ധിച്ചോളം 1.5 to 2 കിലോഗ്രാം ആണ് ഹെവി അയൺ ബോക്സിന്. ലൈറ്റ് വെയിറ്റിനോ ഒരു 1/2 കിലോ മുതൽ 1 കിലോ വരെ മാക്സിമം ഉണ്ടാവുകയുള്ളൂ. എഫർട്ട് ആണെങ്കിൽ കുറവാണ് ഹെവി അയണിന്, പക്ഷെ ലൈറ്റ് വെയിറ്റിന് കൂടുതലാണ്, ടൈം കൂടുതലെടുക്കും ലൈറ്റ് വെയിറ്റിന്. എന്നാൽ ഹെവി വെയിറ്റിന് കുറവ് മതി. ഫിനിഷ് ആണെങ്കിൽ എക്സലന്റ് ഫിനിഷിങ് വെയിറ്റ് ഹെവി വെയിറ്റിനും, എന്നാൽ അത്രയധികം കംഫർട്ട് ആയിരിക്കില്ല ലൈറ്റ് വെയിറ്റിന്. കുറവ് സമയം മതി ഹെവി വെയിറ്റിന്, കുറവ് സമയം എനർജി ഉപയോഗിച്ചാൽ മതി. എന്നാൽ ലൈറ്റ് വെയിറ്റിന് കൂടുതൽ സമയം നമ്മൾ എനർജി ഉപയോഗിക്കേണ്ടത് ഡ്രൈ അയൺ ബോക്സ് ആണ് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. ഇനിയുള്ളത് അയൺ ബോക്സിന് വരുന്ന ഷോക്കാണ്. ഈ ഷോക്കിൽ നിന്ന് എങ്ങനെയാണ് ഷോക്ക് ഉണ്ടാകുന്നത് ചിന്തിക്കാം. വയർ ലീക്കേജ് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റീം അയണിന് മിക്കപ്പോഴും ഇത് വരാം. കാരണം വാട്ടർ ലീക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഷോക്ക് ഉണ്ടാകും. പക്ഷേ സാധാരണ സ്റ്റീം ബോക്സിന് ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ഇത് നനഞ്ഞ കൈയോ അല്ലെ മുറിവുള്ള ഭാഗത്തുള്ള കൈ വെച്ചോ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷോക്ക് വരാം. നമ്മൾ ഒരു അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ കാർപ്പറ്റോ അല്ലെങ്കിൽ റബ്ബർ ഷീറ്റോ റബ്ബർ കാർപ്പറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. അയൺ ബോക്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ വാട്ടേജ് ശ്രദ്ധിക്കുക, വെയിറ്റ് ശ്രദ്ധിക്കുക, അതിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടത് ISI മാർക്കുണ്ടോ എന്ന് നമ്മൾ അറിയണം. എന്ത് നോക്കണം? ISI മാർക്ക്. ISI മാർക്കുള്ള അത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ISI മാർക്കുള്ള അത് സേഫ്റ്റിയാണ്.
ISI മാർക്കുള്ളതാണ് നാം വാങ്ങേണ്ടത്. ഏത് അയൺ ബോക്സ് വാങ്ങിക്കുമ്പോഴും ISI മാർക്ക് ഉണ്ട് എന്ന് തന്നെ കരുതി അത് നോക്കി വാങ്ങിക്കണം. ഏവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.